അല്ല, ഇതിലൊരു വലിയ തമാശയുണ്ട്. അതായത് ഈ ആർഎസ്എസിന്റെ സംഘടനാ സംവിധാനത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ പൊതുവെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അല്ലെങ്കിൽ കേരളത്തിലെ ആർഎസ്എസിന്റെ എതിരാളികൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ആർഎസ്എസ് സവർണ മേധാവിത്വ സംഘടനയാണ്, ബി.ജെ.പി. സവർണറുടെ സംഘടനയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്താ പ്രശ്നം, നമുക്ക് ബി.ജെ.പിയോ അല്ലെങ്കിൽ ഓക്കെ ആരെ ആയിക്കോട്ടെ, ഒരു എതിരാളി എന്ന് പറയുന്ന ആളുകളെ തളർത്തുകയോ തകർക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് പഠിച്ചിരിക്കണം എന്നുള്ളത് ഏറ്റവും ബേസിക് കാര്യമാണ്. അത് നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഇവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്, അതായത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആർ.എസ്.എസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതൊരു സവർണ സംഘടനയല്ല. ഇന്ന് എവിടെ വേണമെങ്കിലും നമ്മൾ പോയി നോക്കിയാൽ മതി, ആർ.എസ്.എസുമായും ബി.ജെ.പിയുമായി ബന്ധമുള്ള ജനങ്ങൾ ആരാണെന്ന് മാത്രം നോക്കിയാൽ മതി. അതിൽ നിന്ന് തന്നെ ആ ഒരു ഭാരതത്തിൻ്റെ ആ സാംസ്കാരിക ജാതി വർഗ എല്ലാ വൈവിധ്യങ്ങളും ഏറ്റവും നന്നായി ആർ.എസ്.എസിൽ അല്ലെങ്കിൽ ബി.ജെ.പിയിലെ പ്രവർത്തകരിലുമൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യം നേതാക്കളിലും. മോദി വന്നതിന് ശേഷം അത് കുറച്ചും കൂടെ വേറെ തലത്തിലേക്ക് മാറി. പ്രധാനമന്ത്രി, അതായത് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരു OBC, അതായത് ഒരു ആദ്യത്തെ, അതെ, ഗുജറാത്തിലെ അങ്ങനെ ഒരു സമുദായത്തിൽപ്പെട്ട ഒരാൾ കടന്നു വരികയാണ്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ വരുന്ന സമയത്തും പറയുകയാണ് ആർ.എസ്.എസ് പൊതുവെ പറയുന്നതാണ്, ആർ.എസ്.എസിനെതിരെയുള്ള ഒരു ആരോപണം, വളരെ രസകരമായ ഒരു ആരോപണമുണ്ട്. അതായത് ഇവർ കൂടെ കൊണ്ടു നടന്ന് ഇല്ലാതാക്കുന്നു, അതായത് ദളിതരെയും മറ്റേ OBC വിഭാഗങ്ങളെ കൂടെ കൊണ്ടു നടന്ന് നശിപ്പിക്കുകയാണ് ആർ.എസ്. അപ്പോൾ അതിന്റെ ഉദാഹരണമാണ്. അതെങ്ങനെയാണ് കൂടെ കൊണ്ടു നടന്ന് നശിപ്പിക്കുന്നത്? നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കി, പിന്നെ പ്രധാനമന്ത്രിയായി മറ്റേ നമ്മുടെ ദ്രൗപദി മുർമു രാഷ്ട്രപതിയായി. അങ്ങനെ നമ്മുടെ വൈസ് പ്രസിഡന്റായ ജഗ്ദീപ് ധൻകർ പോലും ജാട്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. എത്ര കേന്ദ്രമന്ത്രിമാർ, എത്ര മുഖ്യമന്ത്രിമാർ, ഇപ്പൊ ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ നിലവിലുള്ള മുഖ്യമന്ത്രിമാർ, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. സ്ത്രീവിരുദ്ധതയും കൂടെ പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി സ്ത്രീകൾ ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിമാർ ഉള്ളതെല്ലാം ബി.ജെ.പിക്കും. അപ്പൊ ഈ ഒരു MLA-മാർ, MP-മാർ, അതെ, ഈ ഒരു അടിസ്ഥാന കാര്യം അറിയാതെയാണ് ഈ പറയുന്ന സോക്കോൾഡ് കേരളത്തിലെ അനലിസ്റ്റുകൾ പറയാൻ തന്നെ പാടാണ് ഈ ബി.ജെ.പിയും ആർ.എസ്.എസും. അതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം മോദി വന്നതിന് ശേഷം ബി.ജെ.പിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്, ട്രഡീഷണൽ ആയിട്ട് ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്തിരുന്ന സോക്കോൾഡ് വോട്ട് ബാങ്ക്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗക്കാർക്കിടയിൽ മാത്രമല്ല, അതിനു മുമ്പേ ആർ.എസ്.എസിന്റെ പ്രവർത്തനം വഴി ട്രൈബൽ മേഖലകളിലും SC പിന്നെ OBC വിഭാഗക്കാർക്കിടയിൽ ബി.ജെ.പിക്ക് നല്ല സ്വാധീനമുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ തുടർച്ചയായിട്ട് ബി.ജെ.പി എന്തുകൊണ്ട് വിജയിച്ചിരിക്കുന്നു? എല്ലാ തെരഞ്ഞെടുപ്പിലും ഇവിടെ കേരളത്തിൽ പറയും അതിങ്ങനെ രോഗി ഹിന്ദുത്വ. അത് സത്യത്തിൽ ബി.ജെ.പി അവിടെ ചെയ്തിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അത് 2014 മുതൽ വളരെ ഫുൾ സ്വിങ്ങിലാണ് അവിടെ നടക്കുന്നത്. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. അതായത് ഇപ്പം ഉത്തർപ്രദേശിൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഉത്തർപ്രദേശിൽ OBC-കൾ എന്ന് പറഞ്ഞ് ഇത്രയും കാലം മുസ്ലിംസും യാദവരാണ് അവരുടെ കുത്തകയാണ്. അത് SP ഭരണത്തിൽ വരികയാണെങ്കിൽ യാദവരും മുസ്ലിംസും ചേർന്നുള്ളൊരു കോമ്പിനേഷൻ. പക്ഷെ അവിടെ യാദവരും മുസ്ലിംസും മാത്രമല്ല OBC-കളായിട്ടുള്ള ഒരുപാട് മറ്റ് കാസ്റ്റുകളുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ലോധുകൾ, കുർമി, മൗര്യ, നിഷാദ്, ഇങ്ങനെ ഇവരെല്ലാം ഒരു 3%, 4% അങ്ങനെ വരുന്ന വിഭാഗക്കാർ. അപ്പോൾ ഇവർക്ക് യാതൊരു പ്രാതിനിധ്യമില്ല. OBC എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഫാമിലി റൂളും അതിനൊപ്പം ഇവരുടെ കാസ്റ്റിന് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള റൂള്. അപ്പോൾ ബി.ജെ.പി. എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ബി.ജെ.പി. ട്രഡീഷണലായിട്ട് ബി.ജെ.പിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു ബേസ് ഉണ്ട്. അതിനൊപ്പം തന്നെ ബി.ജെ.പി. ഇവരെയെല്ലാം ഈ ഒരു ഫോൾഡിലേക്ക് കൊണ്ടുവന്നു. കാരണം അവരെ ശാക്തീകരിച്ചു, അവർക്ക് കൂടുതൽ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവന്നു. കേശവ് പ്രസാദ് മൗര്യയൊക്കെ പോലുള്ള നേതാക്കൾ നമുക്കറിയാം ഉത്തർപ്രദേശിൽ പ്രാതിനിധ്യം കൊണ്ടുവന്നു. ഇപ്പം നിലവിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞ് ഈ പറഞ്ഞ മൗര്യ, നിഷാദ്, പിന്നെ ഇങ്ങനെ കുറേ കുഞ്ഞു ലോധ്, ഇത്തരം കമ്മ്യൂണിറ്റീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവരെല്ലാം ബി.ജെ.പി. ഓർഗനൈസ്. അതായത് യാദവേതര OBC വിഭാഗക്കാർ പൂർണ്ണമായും ബി.ജെ.പിക്ക് ഒപ്പമാണ്. കാരണം അത് വെറുതെ അല്ല, അവർക്ക് വിശ്വാസം കൊടുത്തു, അവർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, പണ്ട് SP-യുടെ ഭരണം വരികയാണെങ്കിൽ മറ്റു OBC-കാർക്ക് എന്നും അടിയും തല്ലൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം ആ രീതിയിൽ ക്രമസമാധാന നില കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു. പിന്നെ ഇപ്പോൾ SC നോക്കുകയാണെങ്കിൽ തന്നെ മായാവതിയുടെ കമ്മ്യൂണിറ്റി, ആ മായാവതി BSP വരുമ്പോൾ ജാദവ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് അവിടെ ഒരു പ്രാമുഖ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ വേറെയും കുറേ SC കമ്മ്യൂണിറ്റീസ് ഉണ്ട്, പാസികളെയൊക്കെ പോലെയുള്ള ഗോണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം ബി.ജെ.പി. ഇവരെയും ഓർഗനൈസ് ചെയ്തു, മഹാദളിതർ എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗക്കാരെ ഓർഗനൈസ് ചെയ്തു. ഇന്ന് ബി.ജെ.പിയുടെ ഒരു സോഷ്യൽ കൊലീഷൻ എന്നൊക്കെ പറയുന്നത്, റെയിൻബോ കൊലീഷൻ എന്നൊക്കെ പറയുന്നത് വലിയ വിസ്തൃതമായുള്ള സംഭവമാണ്. അതായത് ബ്രാഹ്മണരുണ്ട് ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്ന, രജപുത്രരുണ്ട്, ഠാക്കൂർമാരുണ്ട്, ബനിയകളുണ്ട്, OBC വിഭാഗക്കാരിൽ OBC-കളുടെ ഭൂരിപക്ഷവും ബി.ജെ.പിക്കൊപ്പാണ്. അതാണ് ഹിന്ദുത്വം. അതുകൊണ്ടാണ് ഈ 50% വോട്ടിന്റെ കൂടുതൽ കിട്ടുന്നത്. കാരണം കഴിഞ്ഞ തവണ 200-ലധികം സീറ്റുകളിൽ 50%-ലധികം വോട്ട് നേടിയാണ് ബി.ജെ.പി. ജയിച്ചിരിക്കുന്നത്. അപ്പോൾ എതിരാളി എന്ത് ചെയ്യും? ഈ 50% വോട്ട് എവിടുന്ന് വരുന്നു? ഇതിനൊപ്പം നമ്മളൊരു ഫാക്ടർ കൂടെ പറയണം, വനിതകളുടെ വോട്ട്. തീർച്ചയായും അത് മോദിയുടെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. കാരണം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5-6 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭ കഴിഞ്ഞ
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുമ്പോൾ വനിതകളുടെ ഒരു വോട്ട് അതൊരു സൈലന്റ് വോട്ടാണ്. കാരണം 50% അതിലധികവും വരുന്നൊരു വിഭാഗക്കാരാണ്. അപ്പോൾ ഇവർ എങ്ങനെ വോട്ട് ചെയ്യുന്നതാണ്. കാരണം പല സ്ഥലത്തും പ്രതീക്ഷിക്കുക, അതായത് 35-40% മുസ്ലിം പോപ്പുലേഷനുള്ള വെസ്റ്റേൺ ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിലും BJP ജയിക്കുന്നു. പക്ഷേ ആളുകൾക്ക് എല്ലാവർക്കും സംശയം, എന്തുകൊണ്ട് അവിടെ കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് പ്രതിപക്ഷം നിർത്തിയിരിക്കുന്നത്, SP ഒക്കെ, പക്ഷേ എന്തുകൊണ്ട് BJP അവിടെ ജയിക്കുന്നു? കുറച്ച് വോട്ട് എങ്ങനെയോ വരുന്നുണ്ട്. ഇതെവിടെ മുസ്ലിം വോട്ട്സാണ്. മുസ്ലിം സ്ത്രീകളുടെ വോട്ടുകൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം മുത്തലാഖ് നിരോധിച്ചു. അത് മാത്രമല്ല അവരുടെ ജീവിതം മാറി. കാരണം ഈ വികസനം എല്ലാവരിലും എത്തുന്നുണ്ട്. കാരണം ജാതി മതം നോക്കിയിട്ടല്ല വികസനം കൊടുക്കുന്നത്. കാരണം ഇത് പറയുന്നുണ്ടല്ലോ, ഞാൻ നർമ്മദ അണക്കെട്ട് വന്ന് വെള്ളം കൊടുക്കുമ്പോൾ അത് ഹിന്ദുക്കൾക്ക് മാത്രം കിട്ടുന്ന വെള്ളമല്ല. അതെ, സിമ്പിൾ ആണ്, സിമ്പിൾ കാര്യമാണ്, പ്രീണനമില്ല. സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഉത്തർപ്രദേശിൽ 20% മുസ്ലിം ജനവിഭാഗക്കാരാണ്. അതിലെ വനിതകളാണ് ഈ പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വനിതകളാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി. അത് മാത്രമല്ല അവർക്ക് ഗുണ്ടാരാജി ഇപ്പം ഇല്ല. സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കാം, വൈകുന്നേരം പുറത്തിറങ്ങി നടക്കാം, മറ്റു രാത്രിയാകുമ്പോൾ പേടിയാ. പിന്നെ അവരുടെ ഈ മുത്തലാഖിന്റെ പ്രശ്നം ഒരു പരിധിവരെ ഇല്ലാതായി. വലിയൊരു തമാശയുണ്ട്. ഇപ്പോൾ 2014 നരേന്ദ്രമോദി അധികാരമേറ്റപ്പോൾ പൊതുവെ പ്രചരിപ്പിച്ചിരുന്നത് എല്ലാ ദിവസവും മോദി രാവിലെ ഒരു മുസ്ലിമിനെ തിന്നും വൈകിട്ട് ഒരു ക്രിസ്ത്യാനിയെ തിന്നും എന്നുള്ള രീതിയിലുള്ള പ്രചാരണമായിരുന്നു ഉണ്ടായത്. അപ്പോൾ അധികാരത്തിലേറി കുറെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ആരെയും തിന്നുന്നില്ലേ? അപ്പൊ അങ്ങനെ വന്നപ്പോൾ വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് സത്യത്തിൽ. കോൺഗ്രസ് ഉള്ളപ്പോൾ സ്ഥിരമായിരുന്നു. അതെ, അപ്പൊ ഇത് പറഞ്ഞപ്പോ ഇത് തന്നെ വലിയൊരു, അപ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ഒരു കേട്ട് അത്രയും ആരക്ഷിത ബോധം ഉണ്ടാക്കി ഉയർത്തിക്കൊണ്ട് വന്നിട്ടും സംഗതി പ്രധാനമന്ത്രിയായി 10 വർഷം ഭരിച്ചു. ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ആരോപിച്ച് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളല്ലാതെ ഈ പറയുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആർക്കും ഉണ്ടായില്ല എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു. അവർക്ക് അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. പിന്നെ എല്ലാവർക്കും ഇപ്പം ഭാരതം പോലൊരു രാഷ്ട്രത്തിൽ, പ്രത്യേകിച്ചും ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രത്തിൽ ഒരിക്കലും മറ്റു സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള ഇത് കർമ്മങ്ങൾക്കെതിരെ ഒന്നും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യും.